ഈ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പിന്തുണയുണ്ട്. അതിൽ കവിഞ്ഞ് ജനങ്ങളുടെ വലിയ തരത്തിലുള്ള വലിയ പിന്തുണയും സ്വീകാര്യതയും സ്ഥാനാർത്ഥി എന്നതിൽ ലഭിക്കുന്നുണ്ട്. വിവിധ കോണുകളിൽ നിന്നുള്ള കഴിഞ്ഞ ദിവസത്തെ ഈ പൊതുയോഗത്തിലും കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഇത്രയേറെ പ്രതീക്ഷിച്ചിരുന്നു സ്വന്തം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ജനങ്ങളുടെ ഈ പിന്തുണ ഈ അർത്ഥത്തിലേക്ക് വളരെ വിപുലമായി വലുതാകുമെന്ന്? എൻ്റെ മാത്രമല്ല LDF പ്രവർത്തകരുടെയും പ്രതീക്ഷയിൽ കവിഞ്ഞുള്ള ഒരു പിന്തുണ ലഭിക്കുന്നു എന്നത് വസ്തുതയാണ്. ഞാൻ വിചാരിക്കുന്നത് അത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പിന്തുണ എന്ന നിലയിലല്ല കാണേണ്ടത്, മറിച്ച് നമ്മുടെ നാട് ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കേരളം വളർച്ചയുടെ പാതയിലാണ്. ലോകത്തിലെ വികസിത പ്രദേശങ്ങളെപ്പോലെ കേരളവും ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു യാത്രക്കിടയിലാണ്. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ, വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ കൂടുതൽ ശക്തമായി തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്ക് എണ്ണി പറയാൻ കഴിയും. ഇപ്പോൾ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. അക്കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയായി. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചു, ഗെയിൽ പൂർത്തിയാക്കി. K-Phone ലോകത്തിൻ്റെ ആകെ ആദരവ് പിടിച്ചു പറ്റി. ദ ഗാർഡിയൻ ദിനപത്രമാണ് അതിനെ ശ്ലാഘിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് ബ്രിട്ടനിൽ. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കേരളത്തിൻ്റെ പെരുമ ഇപ്പോൾ ഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. പാല എഴുതിയിട്ടുണ്ട്, സഹ്യനെ കയറിയും കടന്നും ചെന്നന്യമാം ദേശങ്ങൾ. കേരളം വളരുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കേരളം വളരുന്നു പശ്ചിമഘട്ടത്തെ കയറിയും കടന്നും ചെന്നന്യമാം ദേശങ്ങളിൽ. അപ്പോൾ ആ കേരളത്തിൻ്റെ ആ ഒരു വളർച്ചയുടെ ഘട്ടമാണ്. ഒപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രികൾ, സർക്കാർ പള്ളിക്കൂടങ്ങൾ, അവിടെയൊക്കെ വന്ന മാറ്റം, അങ്ങനെ ഒരു സമഗ്രമായ സർവതല സ്പർശിയായ വളർച്ചയുടെയും മാറ്റത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഇതൊക്കെ തുടരണം എന്നാഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ആ നടപടികൾക്കുള്ള പിന്തുണ കൂടിയാണ്. ഇടതുപക്ഷത്തിനുള്ള ഒരു പിന്തുണ ശക്തിപ്പെടുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അതിൽ ആവേശവും ആഹ്ലാദവും ഉണ്ട്.